കാണാമറയത്തൊക്കെ ഒരുപാട് ആളുകൾ മാറിയത് നമ്മൾ പിന്നീട് വായിച്ച് കേട്ടിട്ടുണ്ട്. അതൊന്നും നമ്മൾ സാക്ഷിയായതോ നമ്മൾ കണ്ടതോ ഒന്നുമല്ല. എന്നാൽ ഈ സമീപകാലത്തിന് സവിശേഷമായൊരു ഭംഗിയുണ്ട്. നമ്മുടെ മുന്നിലൂടെ ഒരാൾ അന്ന് നടക്കുമ്പോൾ എല്ലാവരും വിചാരിച്ചത് അദ്ദേഹം നടന്നത് ആ കാൽപാദങ്ങൾ മണ്ണിലുറപ്പിച്ച് നടന്ന് നേരെ അങ്ങ് പ്രവാചകൻ്റെ തിരുഹൃദയങ്ങളിലേക്ക് നടന്നു കയറാൻ അത് പുറപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കോ വഴിനീള സ്വീകരണങ്ങൾ, തിരുമലുകൾ, സവിശേഷമായ പ്രാർത്ഥനകൾ, അങ്ങനെയൊക്കെ പോയി. പിന്നീട് ആ മാർഗത്തിൽ പലരുമൊക്കെ പോയെങ്കിലും എങ്ങും എത്തപ്പെട്ടില്ല. പക്ഷെ ഇന്ന് അയാൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. ദേ കണ്ടില്ലേ, നോക്കൂ. കണ്ട, ഇവിടെ എങ്ങും ഒരു വഴക്കൊന്നും പുള്ളി ഉണ്ടാക്കുന്നില്ല. കാരണം ഇവിടെയൊക്കെ ഒത്തിരി ആളുകൾ കിടന്ന് തെള്ളുക. വ്യത്യസ്ത തരത്തിലുള്ള ആറ്റക്കോയാത്തങ്ങൾ അടക്കം കിടന്നിടിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു സംഗതിക്കും വരുന്നില്ല. മറിച്ച് അദ്ദേഹം ഉത്തരേന്ത്യയിലെ ജനങ്ങളെ ഹിദായത്തിലേക്കും ദൈവത്തിലേക്കും നയിക്കുന്ന പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് വളർന്ന് പണ്ടാരണ്ടോ പറഞ്ഞതുപോലെ കേവലം ഒരു നടത്തയ്ക്കപ്പുറം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യ മുഴുവൻ നടന്ന രാഹുൽ ഗാന്ധി ഇപ്പോഴും കഷ്ടപ്പാടിലും പ്രയാസങ്ങളിലും കഴിഞ്ഞു പോവുകയാണ്. ആകെ കിട്ടിയത് പ്രതിപക്ഷ നേതാവെന്ന് പറയുന്ന ഒരു സ്ഥാനം മാത്രമാണ്, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നപ്പോൾ. പക്ഷേ നോക്കൂ, കുറച്ച് ദൂരം മാത്രം നടക്കുകയും പിന്നീട് വിമാനത്തിൽ കയറി അങ്ങനെ അങ്ങ് പോവുകയും ഒക്കെ ചെയ്ത നമ്മുടെ ചോറ്റൂർ കണ്ടില്ലേ. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ പറയുന്നെങ്കിലും നാളുകളിൽ ചിലപ്പം ചോറ്റൂരിൻ്റെ കയ്യിലായിരിക്കും ഉത്തരേന്ത്യ മുഴുവൻ. ഡൽഹി ഇമാമിന് ശേഷം ചോറ്റൂർ ശിഹാബായിരിക്കും ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളെ എല്ലാവരെയും കൈവെള്ളയിൽ നിർത്തുന്ന ഒരു വലിയ മഹാനായിത്തീരുക. റഹീമിനും ഈ മാർഗം തിരഞ്ഞെടുക്കാം. ഈ ഇവിടെ നടന്ന് തേരാപ്പാര കറങ്ങാതെ ഇതുപോലൊരു സവിശേഷമായ വിദ്യ 2-3 യൂട്യൂബർമാരും വീഡിയോ ക്ലിപ്പും ഒക്കെ ആയി തയ്യാറാക്കിയാൽ എന്ത് സുഖമാണ്, എന്തൊരു മാനസിക സുഖമാണ്. ഇപ്പം നിങ്ങളൊക്കെ വിചാരിക്കും ഈ വ്ളോഗ് ചെയ്യുന്നതും വീഡിയോ എടുക്കുന്നതും കുറച്ച് പേരൊക്കെ കാണും, ഇതിനൊക്കെ ഉണ്ട സമ്മർദ്ദം എന്താ, എന്തെല്ലാം പ്രയാസങ്ങളാണ്, എന്തെല്ലാം തരത്തിലെ പരാതികൾ, എന്തെല്ലാം നടപടികൾ, എന്തെല്ലാം കേസുകൾ, എന്തെല്ലാം തരത്തിൽ. ഇത് വല്ല പ്രയാസമുണ്ടോ? എന്ത് സുഖമുള്ള കാര്യമാണ് എന്ന് ആലോചിച്ച് നോക്കും. ആ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ തന്നെ മില്യൺ കണക്കിന് വ്യൂവേഴ്സ് വന്നു. എത്ര പേരാണ് ഷിഹാബിന് എന്ത് പറ്റി എന്ന് ഓർത്ത് ഇപ്പോഴും വ്യസനിക്കുന്നത്. അതുകൊണ്ട് ആ വിഷമം മാറ്റാൻ വേണ്ടിയാണ്. ഷിഹാബിനൊന്നും പറ്റിയിട്ടില്ല, ഷിഹാബ് തുടരുകയാണ്. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, സലവാത്തുല്ലാ അലൈക്കും. അത്തരം മനോഹരമായ ഈരടികൾ അവിടെ ഉള്ളവരൊന്നും കേട്ടിട്ടുണ്ട്. പട്ടിണിക്കാരാണ്, പ്രയാസക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ അതൊക്കെ കേൾപ്പിച്ച് സന്തോഷിച്ച് ഷിഹാബ് തുടരുന്നു. എനിക്കും അഭിമാനിക്കാം. കാരണം ഞാനും ഷിഹാബിനെ ഈ തരത്തിലേക്ക് എത്തിക്കുന്നതിന് ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഷിഹാബ് ഉയർന്ന് ഇനി ഉത്തരേന്ത്യ മുഴുവൻ പടർന്നു പന്തലിച്ച് വിയർപ്പിൻ്റെ ബുദ്ധിമുട്ടില്ലാത്ത മനോഹരമായ ഒരു തൊഴിലും വരുമാനവും കണ്ടെത്തിയ ആ മഹത്തായ ആത്മീയ സംരംഭകനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞാൻ പുൽകുന്നു, പുണരുന്നു, വാരി പുണരും.